നമ്മൾ സാധാരണ മയണൈസ് പോലെ പെട്ടെന്ന് ചീത്തയാവുന്ന ഒരു മയണൈസ് അല്ല. ഒരുപാട് ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഒരു മയണൈസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. കാരണം കുട്ടീസിനൊക്കെ നമ്മൾ ഒരു തവണ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊന്ന് കൊടുക്കാനും സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിനകത്തോട്ട് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. കുഞ്ഞു വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ 5 എണ്ണം ചേർക്കുന്നുണ്ട്. വലുപ്പമുള്ളതാണെങ്കിൽ 2 എണ്ണം മതി. പിന്നെ അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ട് പൊടിച്ചതാണ്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാൽപ്പൊടിയാണ്. അത് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വെള്ളമാണ്. അപ്പം ഞാൻ ആ പാൽപ്പൊടി എടുത്ത സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. ആദ്യം കുറച്ച് മാത്രം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. വെളുത്തുള്ളി നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ പാലൊഴിച്ചിട്ടല്ലേ ചെയ്യുക. അതിന് പകരമായിട്ടാണ് നമ്മൾ പാൽപ്പൊടി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചീത്തയാവുകയില്ല. ഇനി നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അത് ഞാൻ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. മുഴുവൻ ഒരുമിച്ച് ഒഴിക്കാതെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം നമ്മളിത് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് അടിച്ചിട്ട് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. പിന്നെ നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് തിക്കായിട്ട് അടിച്ചെടുക്കരുത്. നമ്മളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ തിക്കായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും സ്പ്രെഡ് ചെയ്യാൻ. ഈ ഒരു കൺസിസ്റ്റൻസി മതി. കുറച്ചൊന്ന് ലൂസായിട്ട്, എന്നാൽ ഒരുപാട് ലൂസും അല്ല. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഓയിലിൽ നിന്ന് ഇതേ ഇത്രയും ഓയിൽ ബാക്കിയുണ്ട്. 1/4 കപ്പ് മൊത്തമായിട്ട് വേണ്ടി വന്നിട്ടില്ല. നമ്മുടെ സാധാ മയണൈസിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഇതുപോലെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്കൊരു മാസത്തോളം ഇരിക്കും. അത്രയും കേടാവാത്തൊരു മയണൈസാണ് ഇത്. നല്ല ടേസ്റ്റിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചെടുത്തതിന് ശേഷമുള്ളതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് തിക്നെസ് മനസ്സിലാവും. ഇനി നമ്മൾ 1-2 ദിവസം വെക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ കട്ടിയാവും കേട്ടോ. അപ്പം ഞാനിത് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരാഴ്ചയോളം ഞാൻ മോനിക്ക് കൊടുക്കാറുണ്ട്. കാരണം ഞാൻ ഒത്തിരി ഉണ്ടാക്കാറില്ല, കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ. ഈ ഒരളവിൽ ചെയ്യുന്ന സമയത്ത് കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ 1-2 തവണയായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഡബിളാക്കി ചെയ്താൽ മതി. പിന്നെ നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഓയിൽ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒരു 30 സെക്കൻഡ് അത്രയൊക്കെ അടിച്ചെടുക്കാവുള്ളൂ. ഓയിൽ കൂടി പോയാലും ഇത് ലൂസായി പോവും. അത് ശ്രദ്ധിക്കണം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കടയിൽ നിന്നൊക്കെ എല്ലാവരും മയണൈസ് ഇതുപോലെ കുറേ ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വാങ്ങി വെക്കാറുണ്ടാവും. അതിന് പകരമായിട്ട് വീട്ടിലുണ്ടാക്കി നോക്കുക. പിന്നെ ഈ മയണൈസ് പോലത്തെ സംഭവങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫ്രഷ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നവരാണെങ്കിൽ മാത്രം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.